ഹായ് ഫ്രണ്ട്സ്, NavileRuchiയിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് കപ്പ ബിരിയാണി. നമ്മളിന്നിവിടെ തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു ചക്ക ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമ്മൾ 1 കിലോ ചക്ക എടുത്തിട്ടുണ്ട്. അത് ഈ സൈസിൽ അരിഞ്ഞെടുക്കണം, കാരണം കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മളിവിടെ 1/2 കിലോ ഇറച്ചി എടുത്തിട്ടുണ്ട്. അത് എല്ലോട് കൂടി ഇറച്ചിയാണ്. അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിപ്പൊടി, ഉള്ളി ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ചക്കയ്ക്ക് അരപ്പി ചേർക്കാനുള്ള കറിവേപ്പിലയും കാന്താരി മുളക്, വെളുത്തുള്ളി, സവോള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇത് സർവ്വസൂന്തി ഇലയാണ്, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല ഇതിന്. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇറച്ചി വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇറച്ചി ആദ്യം ഇടാം. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതിന് എരിവ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചെറിയ സ്പൂണിന് ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില നമുക്ക് ഇതിലോട്ട് ഉരിഞ്ഞിടാം. നമ്മുടെ സർവ്വസൂന്തിയുടെ ഇല നമുക്കൊന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ളത്. കുറച്ച് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര വെള്ളം മതി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്കർ അടച്ച് വേവിക്കാം. നമ്മളൊരു 3 വിസിൽ വരെ അടിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെ വെന്തോ എങ്ങനെയാണെന്നുള്ളത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ ചക്കയൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. നമ്മൾ ചക്ക ആവിക്ക് വെച്ച് വേവിക്കുന്നതുകൊണ്ട് നമുക്ക് ഉപ്പൊന്ന് തിരുമ്മി കൊടുക്കണം ആദ്യം. നമുക്കിനി ചക്ക ഇഡ്ഡലി പാത്രത്തിലോട്ട് ഇടാം. നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് നമുക്കിത് വേവിക്കാം. അവിടെ കുക്കറിന് ആവി വന്നിട്ട് നമുക്ക് വിസിലിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ചക്ക വേവുമ്പോൾ ചേർക്കാനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. കറിവേപ്പില നമ്മൾ എടുത്തിട്ടുണ്ട്, 2 തണ്ട് ഇടുന്നുണ്ട്. കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചത്, നമ്മൾ കാന്താരി മുളക്, പിന്നെ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. പിന്നെ ഈ സ്പൂണിൽ ഒരു 3/4 സ്പൂണ് മഞ്ഞൾ പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ചിരണ്ടി വെച്ച അരമുറി തേങ്ങ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. ഒരു ശകലം വെള്ളം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്കിതിൻ്റെ ഇതൊന്ന് തണുക്കുന്നതേക്ക് നോക്കാം വെന്തോ ഇല്ലോ എന്ന്.
നമ്മുടെ ചക്ക വെന്തോ നമുക്ക് നോക്കാം. നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട്. ബാക്കിയുള്ള നമുക്ക് ഇറച്ചി മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വേവിച്ചെടുക്കാം. അടുത്ത് നമുക്ക് ഇറച്ചി വെന്തോ നമുക്ക് നോക്കാം. വിസിലൊന്ന് തുറന്നു വിടാം. നമ്മുടെ ഇറച്ചി അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ചക്കയായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ മണ്ടയിലേക്ക് കുറച്ച് അരപ്പിട്ടിട്ട് ബാക്കി ചക്കയും കൂടെ ഇട്ട് കൊടുക്കാം. അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം ഇറച്ചി നമുക്ക് ഇതിലേക്ക് മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം. പകുതിയാണ് നമ്മളിടുന്നത്. ബാക്കി ഇനി മണ്ടയിൽ അടുത്ത ലെയറായിട്ട് ഇടാം. ഇനി ബാക്കിയിരിക്കുന്ന ചക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിനി ബാക്കിയിരിക്കുന്ന ഇറച്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ മഴയായതുകൊണ്ട് ഷൂട്ടിങ് കുറച്ച് ലേറ്റായിട്ട് തുടങ്ങി. ഇപ്പം രാത്രി ആയിട്ടുണ്ട്. അതിന് വെട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട്, ഒന്ന് ക്ഷമിക്കണം. നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അടച്ചു വെക്കാം. നമുക്കിനി ആവി വന്നോ എന്ന് നോക്കാം. ആവി വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളം പറ്റിയോന്ന് ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ അവിടെ വെള്ളം പറ്റിയിട്ടുണ്ട്. നമുക്കിന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഉടഞ്ഞ ഇഷ്ടമുള്ളവർക്കെങ്കിൽ നല്ലപോലെ ഉടച്ചെടുക്കാം. നല്ല അടിപൊളി മണമാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ചക്ക ബിരിയാണിക്കകത്ത് ചക്കയൊക്കെ നല്ല പീസായിട്ട് കിടപ്പുണ്ട്. നമ്മൾ കപ്പ വേവിക്കും പോലെ തന്നെ ഇത് കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണത്. നമുക്കിനി ഇലയിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് അല്പം നാരങ്ങ അച്ചാറും, ഇത് മൊത്തം ഞാൻ കഴിക്കുന്നില്ല, ഒന്ന് നിങ്ങളൊന്ന് കഴിച്ച് കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പം നാരങ്ങ അച്ചാറും ഇപ്പം ചള്ളാസും ഇട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി മണമാണ് വരുന്നത്. ഈ ആദ്യം തന്നെ ഇറച്ചി കൂട്ടി ശകലം ചക്ക ഇങ്ങോട്ട് എടുക്കാം. ശകലം ചള്ളാസും കൂടെ ഇങ്ങ് എടുത്തിട്ട് അത് കഴിക്കുവാണ്. നമ്മുടെ ചക്ക ബിരിയാണി അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഭവങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കും കാണുമ്പോഴേക്കും ബൈ.